ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അപ്പച്ചൻ്റെ ചങ്കും അതുപോലെ തന്നെ നൗലിയുടെ വല്യപ്പനും വല്യമ്മയായ റീനേച്ചിൻ്റെയും യാക്കോബേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 40th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സർപ്രൈസാണ്. അവർ വന്ന് കയറുമ്പോഴേ അറിയുന്നുള്ളൂ. എന്താ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കണേ, എന്ത് പറ്റിയാവോ? പിന്നെയാണ് മനസ്സിലായത് ആനിവേഴ്സറി സ്പെഷ്യലാണ്. ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടക്കുന്നത് കുറേ പേരൊന്നും ആരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം വന്നിരിക്കുന്ന ആൾക്കാരും ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ റീനേച്ചി സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീരായിരുന്നു. നൗലിയായിരുന്നു ആങ്കറിങ്. നൗലിക്കായാലും പറയാൻ പറ്റുന്നില്ല കരച്ചിൽ വന്നിട്ടും. പിന്നെ ഞങ്ങൾ പറഞ്ഞു സെറ്റ് റെഡിയാവും. പിന്നെ അങ്ങനെ നമ്മൾ അതും പറഞ്ഞു തുടങ്ങി. സോ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഓരോരോ സർപ്രൈസുകൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ പ്രായം ഒന്നും പരിധിയല്ല. ചെറുപ്പമാണെങ്കിലും മിഡിൽ ഏജ്ഡ് ആണെങ്കിലും വയസ്സായിട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഓരോ എൻജോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ സൂമിലാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, മോള്, അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെയും പ്രസൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. ഹോപ്പ് യു വിൽ ഓൾ എൻജോയ് ദ വീഡിയോ. സോ wish you all a blessed, joyful and full of laughter wedding anniversary. Happy wedding anniversary. ആദ്യമായി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു എന്നിവിടെ. അതിനു മുൻപ് മധുരവെപ്പ് ചടങ്ങാണ്. അതിനുവേണ്ടി ജോസ് വല്യപ്പനെ ക്ഷണിക്കുന്നു. യാക്കോവേട്ടൻ ഇങ്ങോട്ട് നീ നിക്ക്, ഇങ്ങോട്ട് നീ ആള് വേറെയോ. പുറത്ത് കുടിക്കും മക്കളെ. ആയിവാ അടുത്തതായി ചന്ദനം തൊടുന്ന അയ്യോ ഷെയർ ചെയ്ത് കുടിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും അല്ലേ? നമുക്ക് കാണാം. ഡയലോഗ് ഇവിടെ പ്രാക്ടിക്കൽ ആളാണ്. ഇനി പനിനീര് തെളിയിക്കുന്ന ചടങ്ങാണ്. അതിനായി ലിജോ ചേട്ടനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ജീവജലത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. ശൈലിയാണെന്നെങ്കിൽ അതിനുള്ള സമയം കൂടിയാണ്. ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. നമ്മുടെ ഇതും പഴയ ചില ഓർമ്മകൾ തന്നെയാണ്. അതെല്ലാവരും മാനസ ഹായ് പറഞ്ഞേ.